ഇതിനായിട്ടേ കുറച്ച് ത്രിബലത്തോട്, അതായത് കടുക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും, ഇനി കുറച്ച് ത്രിബല ചൂർണം, കുറച്ച് ജീരകം, കുറച്ച് മല്ലി, കുറച്ച് ചിറ്റമൃത്, അതുപോലെ കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല്, ഇനി നിങ്ങൾക്ക് അല്പം മഞ്ഞൾ, ഇതുപോലെ കുറച്ച് സംഗതികൾ, അതുപോലെ ഇത്തിരി അരിമേധാതി തൈലം, ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നം തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. എന്നിട്ടും ശരിയാവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ടതായ മരുന്നുകൾ അങ്ങോട്ട് കഴിക്കണം. എന്താ കാരണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ വായ്ക്കകത്ത് നല്ല കയ്പ്പ് രസം തോന്നുക, അതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. നമുക്ക് ആരംഭഘട്ടത്തിൽ ഇത് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇത് ഗുരുതരമായ മറ്റ് പല രോഗാവസ്ഥകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെ പറയണേ, ഒട്ടും വൈകാതെ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളിലും മാറ്റം വരുത്തണം, വേണ്ടതായ ഔഷധങ്ങൾ സേവിക്കണം. ഒപ്പം തന്നെ ഇന്നീ പറയുന്ന പൊടിക്കൈകൾ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ അതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഈ വായ്ക്കകത്ത് കയ്പ്പരസം തോന്നുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒന്ന് ശ്രദ്ധിച്ചാൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അതായത് പിത്തദോഷം ഉണ്ടല്ലോ, നമുക്ക് ശരീരത്തിൽ വാതദോഷം, പിത്തദോഷം, കഫദോഷം, ഇങ്ങനെ 3 ദോഷങ്ങളുണ്ടല്ലോ. അതിൽ ഈ പിത്തദോഷമാണ് ഇതിലെ വില്ലൻ. ഇത് പിത്തദോഷം വർദ്ധിച്ചാലും ഈ രോഗാവസ്ഥ വരാം, പിത്തദോഷം കുറഞ്ഞാലും ഈ രോഗാവസ്ഥ വരാം. കാരണം പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് പവറാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുക, അതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. ഓക്കെ. അപ്പോൾ ഈ അഗ്നിബലം, അതായത് ഈ ഡൈജസ്റ്റീവ് പവർ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അതായത് പിത്തദോഷം ശരിയാവണ്ണം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ അമിതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിലോ കുറഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അത് മുഴുവൻ ഈ ദഹനത്തെ ബാധിക്കും. അപ്പോൾ ദഹനം ശരിയാവണ്ണം നടന്നില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ ആമാവസ്ഥ കുമിഞ്ഞുകൂടും. ഓക്കെ. അപ്പോൾ ഈ ആമം പിന്നീട് അത് വിഷമായിട്ട് മാറുന്ന വരെ ശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രസധാതുവായിട്ട് കലർന്നിട്ട് ഈ ദഹിക്കാതെ കെട്ടിക്കിടക്കുന്ന ആമാവസ്ഥ അത് ധാതുപരിണാമത്തിൽ രസധാതുവായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ദഹിക്കാതെ പാചനം നടക്കാത്ത രസധാതു നമ്മുടെ ആമാശയത്തെ ആശ്രയിച്ച് ദുഷിച്ച് അത് നമ്മുടെ അന്നനാളത്തെയും അതുവഴി നമ്മുടെ ടങ്ങിനെയും നാക്കിനെയും വായനയും ഒക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്താണ് നിങ്ങൾക്ക് ഈ കയ്പ്പ് രസം അനുഭവപ്പെടുന്നത്. ഇതിനോടനുബന്ധിച്ച് മറ്റ് ചില സംഗതികളും കൂടെ പരിഗണിക്കേണ്ടത് കേട്ടോ. അതായത് ഈ പിത്തദോഷം വർദ്ധിക്കുക അല്ലെങ്കിൽ ക്ഷയിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കരളിനെ ബാധിക്കുന്നുണ്ട്. കരൾ സംബന്ധമായ മറ്റ് രോഗങ്ങളായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ലിവർ ഡിസോർഡേഴ്സ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലൊക്കെ ചിലപ്പോൾ വേരിയേഷൻ കണ്ടിരിക്കാം. പക്ഷേ അത് ആരംഭഘട്ടത്തിലൊക്കെ ടെസ്റ്റുകളൊക്കെ നോർമലായിരിക്കും. പിന്നീട് ഗുരുതരമാകുമ്പോഴാണ് അതിൽ മാറ്റങ്ങളായിട്ട് കാണുക. അപ്പോൾ അത്രയും ഗുരുതരമാകാവുന്ന ഒരു അവസ്ഥയാണെന്ന് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം, പേടിക്കേണ്ട. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കരൾ സംബന്ധമായ പ്രവർത്തനങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രമേഹം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വായ്ക്ക് കയ്പ്പരസമൊക്കെ അനുഭവപ്പെടാറുണ്ട്. പ്രമേഹം കൂടുതലായിട്ട് വരാൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ പൂർവ്വരൂപമായിട്ടാണ് ഈ വായ്ക്കുള്ള കയ്പ്പ് രസം ആചാര്യന്മാർ അഷ്ടാംഗഹൃദയത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് തിക്ത ആസ്യത എന്നാണ് ഇതിന് സംസ്കൃത പദം. ഓക്കെ. വായ്ക്ക് കയ്പ്പ് രസം തോന്നുക. ഇതിനോടനുബന്ധിച്ച് ഭയങ്കരമായ സിവിയർ ആയിട്ടുള്ള ബാഡ് ബ്രത്ത്, വായനാറ്റം അനുഭവപ്പെടാം. ഇനി അതല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. വായ്ക്കകത്ത് പുളിച്ച് തേട്ടി വരിക, അതുപോലെ ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക, ഭയങ്കരമായിട്ടുള്ള ബ്ലോട്ടിങ് ഉണ്ടാവുക, ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക. ദഹനം ശരിയാവണ്ണം നടക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ദഹിച്ച് ശരീരത്തിലേക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത് കൃത്യമായിട്ട് നടക്കില്ലോ. അപ്പോൾ അതുവഴി ഭയങ്കരമായ ക്ഷീണവും തളർച്ചയും ബോഡി പെയിനും ഒക്കെ ഉണ്ടാവാം. കൂടെ ചെറുങ്ങനെ പനിക്കോളുണ്ടാവാം. അതായത് ഈ ആമാവസ്ഥ അമിതമായിട്ട് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ലക്ഷണങ്ങളും കൂടെ കാണിക്കും. വായനാറ്റം അനുഭവപ്പെടുന്നു പറഞ്ഞല്ലോ. അതുപോലെ ചിലർക്ക് ഓക്കാനവും ഛർദിയൊക്കെ അനുഭവപ്പെടാം, തലവേദന അനുഭവപ്പെടാം, എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാം. ഇതൊക്കെ ഈ വായ്ക്കകത്തുള്ള കയ്പ്പ് രസത്തിനോടനുബന്ധിച്ച് കാണാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ അത് ഗുരുതരമായിട്ട് മാറുമ്പോൾ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ചില ലക്ഷണങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ പ്രമേഹമായിട്ട് മാറാം, ചിലപ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് മാറാം, ചിലപ്പോൾ കരൾ രോഗങ്ങളായിട്ട് മാറാം. ഈ രീതിയിലൊക്കെ ഇത് ബാധിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ. ഇതൊക്കെ അടിസ്ഥാന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ചില ലക്ഷണങ്ങൾ കൂട്ടിച്ചേർത്ത് എൻ്റെതായ ചില പ്രാക്ടീസിൽ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങളും ചേർത്താണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കാരണം കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാവണമെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിനെ തടയുന്നതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളൊന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് അപ്പോൾ ഇവിടെ അഗ്നിമാന്ദ്യം ഉണ്ടാകുന്നുണ്ട്, ഡൈജസ്റ്റീവ് പവർ കുറയുന്നുണ്ട്, ശരിയാവണ്ണം ദഹനം നടക്കാതെ വരുന്നുണ്ട്, കരളിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പാചകം ചെയ്ത് എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതായത് ദഹനത്തെ ഇല്ലാതാക്കുന്ന ആ അഗ്നിയെ, ആ ദഹനശക്തിയെ തല്ലിക്കെടുത്ത തരം ഒരുപാട് ദഹിക്കാൻ പ്രയാസമുള്ള ഹെവി ആയിട്ടുള്ള സംഗതികൾ കഴിക്കാതിരിക്കുക. ശരീരത്തിലെ ആമാവസ്ഥ വർദ്ധിക്കാനിടയാകും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുത്ത ആഹാരങ്ങൾ, പഴകിയ ഭക്ഷണങ്ങൾ,
അളിച്ചതും പൊളിച്ചതും ഫ്രിഡ്ജിലൊക്കെ ആഴ്ചകളോളം സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കൽ നിർത്തുക. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, കൊഴുപ്പ് എന്ന് പറയുമ്പോൾ മത്സ്യമാംസാദികളിലെല്ലാം തന്നെ കൊഴുപ്പ് കൂടുതലാണ്. അതുപോലെ എണ്ണയിലിട്ട് വറുത്തതും പൊരിച്ചതായിട്ടുള്ള സംഗതികളിലൊക്കെ കൊഴുപ്പ് കൂടുതലാണ്. അപ്പോൾ ആ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സംഗതികൾ, മത്സ്യമാംസങ്ങൾ, അതുപോലെ ബേക്കറി സാധനങ്ങൾ, ജങ്ക് ഫുഡുകൾ, കളറുകളും പ്രിസർവേറ്റീവുകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള മറ്റ് സംഗതികൾ, ഇതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് എളുപ്പം ദഹിക്കുന്ന, നന്നായിട്ട് പാചകം ചെയ്ത, ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹോംലി ഫുഡ്. എളുപ്പം ദഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിലൊരു സാഹചര്യം വെച്ച് മലയാളികൾക്ക് വെള്ളയപ്പം, നൂലപ്പം, ഇടിയപ്പം, ദോശ, ഇഡ്ഡലി, അതുപോലെ കഞ്ഞി, പൊടിയരിക്കഞ്ഞി, ഓട്സ്, കോൺഫ്ലെക്സ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആവട്ടോ. അതുപോലെ രസം, സംഭാരം, കാച്ചിയ മോര്, ഇതൊക്കെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന. ദഹനം ശരിയായി കഴിഞ്ഞാൽ ഈ അഗ്നി അവിടെ പ്രവർത്തിക്കുന്നു, ദഹനം കൃത്യമായിട്ട് നടക്കുന്നു, ആമാവസ്ഥ കുറയുന്നു, ആ ധാതുപാകം, അതായത് ആമാവസ്ഥ അവിടെ കുറയുന്നു, ദഹനം ശരിയാവണ്ണം നടന്ന് അന്നരസം ഉണ്ടാകുന്നു. അന്നരസത്തിൽ നിന്ന് രസധാതുവും രക്തധാതുവും മാംസധാതുവും മേധോധാതു, അങ്ങനെ ധാതു പരിണാമം കൃത്യമായിട്ട് നടക്കുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് നടക്കുമ്പോൾ ഈ ദഹനശക്തി വീണ്ടെടുക്കുമ്പോൾ നമുക്ക് ഈ അമാവസ്ഥ ഇല്ലാതാകുമ്പോൾ അതുവഴി നമുക്ക് ഈ വായനാറ്റം അല്ലെങ്കിൽ വായ്ക്കുണ്ടാകുന്ന കയ്പരസം, തിക്ത ആസിത എന്ന് പറയുന്ന ഈ പ്രശ്നത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നേ. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഭക്ഷണരീതികളും ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ദേഷ്യവും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതും പിത്തദോഷം വർദ്ധിക്കുന്നുണ്ട്. ആ പിത്തദോഷം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് നമ്മുടെ കരളിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സംഗതികളും അത്തരം സാഹചര്യങ്ങളും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ മുമ്പ് ശാന്തമായ മനസ്സോട് കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ, നമ്മുടെ ശ്വാസഗതിയിലൊന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് 2-3 ശ്വാസം വലിച്ചു വിട്ട് പ്രാണായാമമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത്തരം കാര്യങ്ങൾ ശീലിപ്പിക്കുന്ന മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സഹായിക്കും. അത് പിത്തദോഷത്തെ നിയന്ത്രിക്കുന്നതിനും കരളിൻ്റെ പ്രവർത്തനത്തെ ശരിയാക്കിയെടുക്കുന്നതിനും സഹായകരമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ശാന്തമായ ഒരു മനസ്സ് വേണം. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ദേഷ്യവും ആങ്സൈറ്റിയും അസൂയയും കുശുമ്പും കുരുട്ടും കുന്നായ്മയും ഒക്കെ ഇതിനെ ബാധിക്കും കേട്ടോ. സംഗതി നിസ്സാരനല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. പ്രമേഹത്തിൻ്റെ പൂർവ്വരൂപമായിട്ട് വരാം. ഇനി പനി, ജ്വരം ബാധിക്കുകയാണെങ്കിലും ഇതേ ലക്ഷണങ്ങൾ കാണിക്കാം. കാരണം അവിടെ ആമാവസ്ഥ ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ പനി അല്ലെങ്കിൽ ജ്വരം ബാധിക്കുമ്പോൾ നിങ്ങൾ ഫീവർ, പൈറക്സിയ എന്നൊക്കെ വിളിക്കുന്ന കണ്ടീഷനിൽ ആദ്യം അവിടെ ആമാവസ്ഥ, ഈ ദഹനശക്തി ഇല്ലാതാകുന്നുണ്ട്. അതുകൊണ്ടല്ലേ പലർക്കും ഈ വിശപ്പില്ലാതാകുന്നത്, ആ വിശപ്പ് കുറയുന്നൊക്കെ. അപ്പോൾ അത്തരം ഘട്ടത്തിൽ തന്നെ ഇത്തരം പൊടിക്കൈകൾ ഇനി പറയാം, ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ മുൻപ് പറഞ്ഞ ഔഷധദ്രവ്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ആരംഭഘട്ടത്തിൽ തന്നെ ചെയ്താൽ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ അഗ്നിമാന്ദ്യമുണ്ട്, ദഹനശക്തി കുറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കുടിക്കാനായിട്ടൊരു വെള്ളം തയ്യാറാക്കണം. ഈവൻ ഫാസ്റ്റിംഗ് പോലും ഒരു നേരമൊക്കെ ഒരു മീല് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഈ ആമാവസ്ഥ കൊണ്ടാണ് നിങ്ങൾക്കുള്ള ഈ വായക്കായ്പ ഉണ്ടാകുന്നതെങ്കിൽ, ഇനി അത്യഗ്നിയായിട്ട് ദഹനശക്തി വർദ്ധിച്ച് പിത്തദോഷം വർദ്ധിച്ചിട്ടും ഈ പ്രശ്നം ഉണ്ടാകാം. അവിടെ ഫാസ്റ്റിംഗ്, ഉപവാസം അനുയോജ്യമല്ല കേട്ടോ. ഓക്കെ, പക്ഷേ ഭൂരിഭാഗം പേരിലും ഇത് ആമാവസ്ഥ കൊണ്ടും അധ്യശനം കൊണ്ട് അമിതമായിട്ട് ആഹാരം കഴിക്കുകയും അത് ദഹിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു നേരത്തെ ഒരു മീലൊക്കെ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റായിട്ട് കുറച്ച് ജീവൻ നിലനിർത്താൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ട കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിയോ മാത്രം, പൊടിയരി കഞ്ഞിയോ ഒക്കെ മാത്രം കഴിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുടിക്കാനായിട്ടൊരു വെള്ളം പറയാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള സംഗതി ആദ്യം പറയാം. അതായത് അല്പം ജീരകവും മല്ലിയും ഇട്ട് തിളപ്പിച്ച വെള്ളം, ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് രണ്ടും കൂടി ഒരു അര ടീസ്പൂൺ ഓരോ ടീസ്പൂണും ഇട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക ഒരു 15-20 മിനിറ്റ് സമയം. അത് കഴിഞ്ഞാൽ ആ ചണ്ടി അരിച്ച് മാറ്റിയിട്ട് ആ വെള്ളം ചൂടോടെ ഊതി കുടിക്കുക. കുറേശ്ശെ ഒരു ദിവസം കൊണ്ട് 2-2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കൊണ്ട് മല്ലിയും ജീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നേരത്തെ ഞാൻ ത്രിഫലത്തോട്, കടുക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ താഴെ ആമസോണിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾ കയറി വാങ്ങിച്ചോ, ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ നടത്താം. ഇത് എല്ലാം കൂടെ ഈ കടുക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും സമം അളവിലെടുത്തത് ഒരു പിടി എടുക്കുക. അത് ഇതുപോലെ ഒരു 2-2.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് അത് കുടിക്കാനായിട്ട് എടുക്കാം. അതുപോലെ കൗൾ കൊള്ളുന്നതിന് എടുക്കാം. അതും ഉപകാരപ്പെടും. ഈ വായ്ക്കകത്തൊക്കെ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നതിനും ആ വായ്ക്കകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളൊക്കെ കളയുന്നതിനും ഒക്കെ സഹായകരമാണ്. ഒപ്പം തന്നെ ഈ വെള്ളം കുടിക്കാനായിട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ത്രിഫലത്തോട് ആ രീതിയിൽ ഉപയോഗിക്കാം. ഇനി ത്രിഫല ചൂർണവും നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഇത്തരക്കാർ ശോധന ശരിയാവണ്ണം നടക്കായിക, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് കോൺസ്റ്റിപ്പേഷൻ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ത്രിഫല ചൂർണം വാങ്ങിക്കണം. അതൊരു 1/2 ഗ്ലാസ് നല്ല തിളപ്പിച്ച് ചൂടുള്ള വെള്ളത്തിൽ ഒരു അര ടീസ്പൂണ് മുതൽ 1.5 ടീസ്പൂൺ വരെ, നിങ്ങളുടെ ശോധനയ്ക്ക് അനുസരിച്ച് അത് കലക്കി ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് ത്രിഫല ചൂർണം ഓരോ ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുന്നതും ഈ സുഖശോധന ഉണ്ടാകുന്നതിനും വയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഈ അമാവസ്ഥ ഇല്ലാതാക്കുന്നതിനും സഹായകരമാകുന്നതാണ്. ഇനി വേറൊരു കുടിക്കയും കൂടെ പറഞ്ഞുതരാം. ഈ ത്രിഫല ചൂർണം ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് നമുക്ക് രാവിലെയും വൈകിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ മോണകളിലും പല്ലിലും
പല്ലുകളിലും ഒന്ന് ഉഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ഈ ത്രിഫല കഷായം കൊണ്ട് ത്രിഫല ഇട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ടൊന്ന് കവിൾ കൊണ്ട് കുലുക്കുഴിഞ്ഞ് തുപ്പിക്കഴിഞ്ഞാൽ അതും വളരെ ഫ്രഷ്നെസ് കിട്ടുന്നതിന് സഹായകരമാവും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോ. ത്രിഫല ചൂർണം കൊണ്ട് പല്ല് തേക്കാം. ഓക്കെ, രാവിലെയും വൈകിട്ടും ചെറുതായിട്ട്. ഓക്കെ, ചെറിയ തരിതരിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പതുക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. മോണകളിൽ ഒഴിയുക, ആ പല്ലുകളിലൊക്കെ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ അതാ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നതിന്, ആ വായനാറ്റവും ഒക്കെ മാറുന്നതിനും സഹായകരമാകും. ഓക്കെ, അപ്പോൾ ത്രിഫലത്തോട് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് മല്ലിയും ജീരകം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാവുന്ന കാര്യം. ത്രിഫല ചൂർണം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇനി മറ്റൊരു സംഗതി പറഞ്ഞുതരാം. നമുക്ക് ഇത് പൈത്തികമായിട്ടാണ്, പിത്തദോഷം അമിതമായിട്ട് വർദ്ധിച്ചിട്ടും ഇങ്ങനെ വരാമെന്ന് പറഞ്ഞില്ലേ, അത്തരം അവസ്ഥയിൽ നമുക്ക് ചിറ്റമൃതില്ലേ, ഗുഡൂജി എന്നാണ് സംസ്കൃതം പേര്, ടിനോസ്പോറ കോഡിഫോളിയ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഇത് അതിൻ്റെ ആരും മുരിയൊക്കെ ചുറ്റി കളഞ്ഞിട്ട് അത് ഇതുപോലെ ഒരു പിടി എടുക്കുക. എന്നിട്ട് അത് ചതച്ച് ഒരു 2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടോടെ കുറേശ്ശെ കുടിക്കണം. അത് തിളച്ചതിന് ശേഷം ആ ചണ്ടി അരിച്ച് മാറ്റണം കേട്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റേസ്റ്റൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. വിളിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതങ്ങനെ ആ ചതച്ചിട്ട് ഒരു പിടി ചിറ്റമൃത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ ആ തൊലിയൊക്കെ കളയാനായിട്ട് സാധിക്കണം. എന്നിട്ട് അത് തിളപ്പിച്ചെടുത്ത വെള്ളം മരിച്ചെടുത്തിട്ട് ഫ്ലാസ്കിൽ വെക്കുക. ഒരു ദിവസം കുറേശ്ശെ കുടിച്ച് തീർക്കുന്ന ഈ പിത്തത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, വർദ്ധിച്ചിരിക്കുന്ന പിത്തത്തെ കുറയ്ക്കുന്നതിന് സഹായകരമാവും. അമൃത് ഇതുപോലെ പാനജലമായിട്ട് കുടിക്കുന്നത് സഹായകരമാണ്. ഇനി നമുക്ക് മറ്റൊരു വിദ്യ പറഞ്ഞുതരാം. അതായത് ഇതുപോലെ ഇതിനോടനുബന്ധിച്ച് ചെറുതായിട്ട് വായനാറ്റവും വായ്ക്കകത്തൊക്കെ ഒരു സ്റ്റിക്കി നേച്ചർ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓയിൽ പുള്ളിങ്, അതായത് അരിമേധാതി തൈലം, ഇതിനായിട്ടൊരു 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പൊടിയുപ്പ് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ അരിമേധാതി തൈലം അതിൽ ഇളക്കി ചേർത്തിട്ട്, ഈ വെള്ളത്തിൽ തൈലം ചേരില്ല, പക്ഷെ എന്നാലും നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കുന്നത് അതുവഴി ചെറുതായിട്ടൊക്കെ അതൊരു മിക്സാവും. എന്നിട്ട് ആ ചെറു ചൂടോടെ ആ വെള്ളം രാവിലെയും വൈകിട്ടും ഗാർഗിൾ ചെയ്യുക. അതും നന്നാവും. ഓക്കെ, ആ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് കലക്കി ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ അരിമേധാതി തൈലം കൂടി ചേർത്ത് ഇളക്കിയിട്ട് അതിങ്ങനെ കവിൾക്കുള്ള ഒരു 5 മിനിറ്റ് സമയം, അത് കഴിഞ്ഞാൽ തുപ്പിക്കളഞ്ഞോ, രാവിലെയും വൈകിട്ടും ചെയ്യാം. അതും ഈ വായനാറ്റവും വായ്ക്കകത്ത് ഉണ്ടാകുന്ന ഒട്ടിപ്പിടിക്കലും അതുപോലെ വായ്ക്കകത്ത് ഉണ്ടാകുന്ന ഈ കയ്പ്പ് രസമൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഓക്കെ, ഇത് പനി വരാൻ പോകുന്നതിന് മുമ്പത്തെ ലക്ഷണമാവാം, പ്രമേഹം വരാൻ പോകുന്നതിന് മുമ്പത്തെ ലക്ഷണമാവാം, കരൾ രോഗങ്ങൾ വരാൻ പോകുന്നതിന് മുമ്പത്തെ ലക്ഷണമാകാം, ഈ ആമാവസ്ഥയുള്ളത് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാകാം, മറ്റെന്തെങ്കിലും ദഹന സംബന്ധമായ തകരാറുകളോ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിച്ചിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ടോ ഒക്കെ ഈ പ്രശ്നങ്ങൾ വരാട്ടോ. നിസ്സാര സംഭവം തൊട്ട് ഗുരുതരമായ രോഗാവസ്ഥ വരെ ആയി വരാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പത്തെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇത് ഇത്തരം പൊടിക്കൈകൾ കൊണ്ട് മാത്രം തീർച്ചയായിട്ടും നിൽക്കരുത്. ഇത്തരം പൊടിക്കൈകൾ പ്രയോഗിച്ച് നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഞാൻ. ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ.